എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ മുളകൊക്കെ വറുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല റെഡിഷ് കളറിൽ കിട്ടുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്കൊരു 15 ഉണക്കമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ ഒരു 15 എണ്ണം ചേർത്തത്. അപ്പോൾ അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1-2 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അതാ നമ്മുടെ മുളക് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് സാധാരണ പച്ചവെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ വേവാനായിട്ട് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പരുവത്തിനാണിത് ഓഫ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അധികം വറ്റിച്ചെടുക്കുന്നില്ല, കുറച്ച് ചെറിയ കുറുകിയ ചാറോട് കൂടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്